നമസ്കാരം. രാജ്യത്തെ തന്നെ പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും ഇംബിറ്റിസിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ തിരൂർ സ്വദേശി കൂടിയായ മിസ്റ്റർ PR ദിലീപ് നമ്മോട് സംസാരിക്കും. ആനുകാലിക സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് സാമാന്യ കാര്യങ്ങളാണ് അദ്ദേഹവുമായി പങ്കുവയ്ക്കുന്നത്. അതിലേക്ക് നമുക്ക് കടക്കാം. സർ, ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നത്, നമ്മുടെ രാജ്യം, അതായത് ഈ കടന്നുപോകുന്ന നാളുകളും വരാൻ പോകുന്ന നാളുകളും നമ്മുടെ രാജ്യം ലോകത്തെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക കുതിപ്പിലാണെന്നും സാമ്പത്തിക ശ്രേണിയിൽ എത്തുമെന്നുമാണ് ലോകം മൊത്തം ഇപ്പൊ പറയുന്ന പ്രചരണവും ഒക്കെ നടക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇന്ത്യൻ റുപ്പിയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പണത്തിന്റെ മൂല്യം തകർന്നുകൊണ്ടിരിക്കുന്നു. ഇത് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതൊരു വിരോധാഭാസമാണോ അതോ ഇതിങ്ങനെ സംഭവിക്കുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ മെച്ചമാണോ? എന്താണ് ഇതിനെക്കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളത്? നമ്മളുടെ രാജ്യം മുന്നോട്ട് കുതിക്കുകയാണെന്നുള്ള അവലോകനം, അഭിപ്രായം വളരെ ശരിയാണ്. അതിന് ഒരു മേജർ കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിലത്തെ പോപ്പുലേഷൻ 120 കോടിയിലധികം ജനങ്ങളുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇതിൽ ഓൾമോസ്റ്റ് 50% പോപ്പുലേഷൻ ആവറേജ് 27 വയസ്സിന്റെ ആവറേജ് ഏജിലാണ്. അപ്പൊ ഈ 27 വയസ്സുള്ള ഓൾമോസ്റ്റ് 60 കോടി ആൾക്കാരാണ് ഈ രാജ്യത്തുള്ളത്. ഇത് ചിലപ്പോ ഒരു ഭൂഖണ്ഡത്തിന്റെ തന്നെ ഒരു പോപ്പുലേഷന്റെ സൈസാണുള്ളത്. അമേരിക്ക ആണെങ്കിലും ജപ്പാൻ ആണെങ്കിലും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും അവിടെയൊക്കെയുള്ള വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ, അതായത് ജോലി ചെയ്യാൻ മെന്റലി ആൻഡ് ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ നമ്പർ എടുക്കുകയാണെങ്കിൽ നമ്മൾ എത്രയോ മടങ്ങ് നമ്മൾക്ക് വർക്കിംഗ് ഏജിലുള്ള പോപ്പുലേഷൻ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇനി ഒരു 20-25 വർഷം നമ്മളുടെ ഈ 50 കോടി ആൾക്കാർ, 27 വയസ്സ് ആവറേജ് വയസ്സുള്ള ആളുകൾ ഇവിടെ തന്നെ ജോലി ചെയ്യുന്നു, ഇവിടെ തന്നെ സമ്പാദിക്കുന്നു. അവരുടെ കൺസംഷൻ, അവര് വിറ്റഴിക്കുന്ന അല്ല വാങ്ങുന്നതും ഇവിടുന്ന് തന്നെയാണ്. അപ്പൊ ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥയുടെ അടിത്തറ ഈ വലിയൊരു പോപ്പുലേഷനാണ്, ഈ വലിയൊരു യങ് പോപ്പുലേഷനാണ് നമ്മളുടെ അടിത്തറ. അപ്പോൾ ഇന്ത്യ മുന്നോട്ട് കുതിക്കുന്നു എന്നത് വളരെ ശരിയാണ്. ഇതിലെ വ്യതിയാനങ്ങളെല്ലാം വരാം, പക്ഷെ മുന്നോട്ട് തന്നെയാണ് അടുത്ത 25-30 വർഷം. പിന്നെ സാറിന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ റുപ്പിയെ പറ്റി. ഇത് തമ്മിൽ രണ്ടും കൂടി എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നതെന്നാണ് എന്റെ സംശയം. ഈ ഷോർട്ട് ടേമിൽ ഇത് തമ്മിൽ വലിയ കണക്ഷൻ ചെയ്യാൻ പറ്റില്ല, കോറിലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇന്ത്യൻ റുപ്പി എന്തുകൊണ്ട് ഇപ്പോ ഡിസംബർ 2011 54.30 വന്നു? അതായിരുന്നു ലോവസ്റ്റ് ലെവൽ. ഇപ്പൊ അത് ക്രോസ് ചെയ്തിട്ട് 54.74 ആണ് ഇന്നത്തെ റുപ്പി ഡോളർ എക്സ്ചേഞ്ച് റേറ്റ്. ഇതിന് കാരണം എമർജിംഗ് മാർക്കറ്റ്സ് ആണ്. ഡെവലപ്ഡ് മാർക്കറ്റ്സ് കഴിഞ്ഞ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ഇങ്ങനത്തെ എമർജിംഗ് കൺട്രീസിൽ ഗ്ലോബൽ സിറ്റുവേഷൻ അൺസർട്ടനിറ്റി വരുമ്പോൾ എമർജിംഗ് മാർക്കറ്റ്സിന്റെ കറൻസി അനിശ്ചിതാവസ്ഥ വരുമ്പോൾ മറ്റുള്ള ഈ എമർജിംഗ് മാർക്കറ്റ്സിലെ കറൻസികൾ വീക്കാവുന്നത് സാധാരണയാണ്. കാരണം എമർജിംഗ് മാർക്കറ്റ്സിലുള്ള ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിന്റെ നിക്ഷേപം അവരിവിടെ വിറ്റ് പൈസ പുറത്തേക്ക് കൊണ്ടുപോകാം. ആ സമയത്ത് എന്ത് പറ്റുന്നു, അവരെ നിക്ഷേപം ഇവിടെ വിട്ടിട്ട് അവര് US ഡോളറിൽ കൺവേർട്ട് ചെയ്തിട്ടാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ US ഡോളറിന്റെ ഡിമാൻഡ് കൂടുന്നു. അപ്പൊ US ഡോളറിന്റെ ഡിമാൻഡ് ഇന്ത്യൻ റുപ്പി വിറ്റഴിച്ച് US ഡോളറിലേക്ക് കൺവേർട്ട് ആവുമ്പോൾ ആ ഒരു കൺവേർഷനാണ് ഈ വീക്ക്നെസ്സിനുള്ള കാരണം. അല്ലാണ്ട് ഇന്ത്യൻ സാമ്പത്തികാവസ്ഥ അങ്ങനത്തെ ഗ്രീസിനെയോ പോർച്ചുഗലിനെയോ അല്ലെങ്കിൽ സ്പെയിനിനെയോ കമ്പയർ ചെയ്യുമ്പോൾ യാതൊരു വിധത്തിലും ഇന്ത്യൻ സാമ്പത്തികാവസ്ഥയ്ക്ക് യാതൊരു വിധ പ്രശ്നങ്ങളുമില്ല. ഇന്ത്യൻ കറൻസി ഇത്ര വീക്ക് ആവേണ്ട, ലോങ് ടേമിൽ വീക്ക് ആവാൻ യാതൊരു സാധ്യതകളും ഇല്ല. ഇതൊരു വളരെ ഷോർട്ട് ടേം സിനാരിയോ ആണ്. ഇത് എങ്ങനെ പോസിറ്റീവായിട്ട് നോക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് ഇന്ത്യൻസ് പുറത്ത് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഇന്ത്യയിലേക്ക് നിക്ഷേപം കൊണ്ടുവരാനുള്ള ഒരു നല്ല സാധ്യതയാണ്. കാരണം കൺവേർഷൻ റേറ്റ് വളരെ നല്ല കൺവേർഷൻ റേറ്റ്സ് കിട്ടും. അപ്പോൾ ഇവിടെ മറ്റുള്ള നിക്ഷേപങ്ങൾ ഇപ്പൊ അവർ ഇൻവേർട്ട് റെമിറ്റൻസ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള നിക്ഷേപങ്ങൾ അവർക്ക് സുഖമായിട്ട് ചെയ്യാൻ നല്ല കൺവേർഷൻ റേറ്റും കിട്ടും. ആ സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്ത്യൻ റുപ്പി ഈ വീക്ക്നെസിന്റെ ഒരു പോസിറ്റീവ് സൈഡാണ് ഞാൻ പറയുന്നത്. സാറേ, എന്റെ സംശയം, ഇപ്പൊ സെബി തന്നെ അംഗീകരിച്ചിട്ടുള്ള രാജ്യത്തെ 241 പോർട്ട്ഫോളിയോ മാനേജർമാരിൽ ഒരാളാണ് സാർ. ഇപ്പൊ ഈ പണത്തിന്റെ മൂല്യശോഷണം ഒരു പരിധിവരെ മറ്റൊരു വിഭാഗം നല്ലതാണെന്ന് പറയുമ്പോഴും സാധാരണക്കാരന്റെ ജീവിതത്തെ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത്? അതാണ് സാധാരണ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞ 120 കോടി ജനങ്ങളുണ്ട്. അതിൽ ഈ ഒരു 10-20 കോടിയാണ് മുകൾത്തട്ടിൽ ക്രീമി ലെയർ എന്ന് പറയാം. ബാക്കി വരുന്ന ഏതാണ്ട് 100 കോടിയുള്ള ജനങ്ങളിൽ ഏതാണ്ട് 80 കോടിയെങ്കിലും
താഴേക്കിടയിലുള്ളവരാണ്. അപ്പൊ ഇവരെ ഈ പണത്തിന്റെ ശോഷണം അല്ലെങ്കിൽ നമ്മുടെ ഈ മൂല്യത്തകർച്ച എങ്ങനെ ബാധിക്കും? രണ്ട് രീതിയിൽ ഇന്ത്യയിലത്തെ സാധാരണ മനുഷ്യനെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. ഒന്ന്, ഇന്ത്യൻ റുപ്പി വീക്ക് ആവുന്നിടത്തോളം നമ്മളുടെ 70% നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളിയം പ്രൊഡക്ട്സിന്റെ, അതായത് ഡീസൽ ആയാലും പെട്രോൾ ആയാലും കെറോസിൻ ആയാലും LPG ആയാലും, ഈ പെട്രോളിയം പ്രൊഡക്ട്സിന്റെ 70% നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ആ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അത് നമ്മൾ ഇന്ത്യൻ റുപ്പിയിലാണല്ലോ, US ഡോളറിലാണല്ലോ പേ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കുറയുമ്പോൾ നമുക്ക് അധികം പൈസ കൊടുക്കേണ്ടി വരുന്നു. അപ്പൊ ഇവിടെ പെട്രോളിയം പ്രൊഡക്ട്സിന്റെ വില കൂടാനുള്ള സാധ്യതകളുണ്ട്. കാരണം നമ്മുടെ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കുറയുന്നു. അപ്പൊ അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ഒന്ന്. രണ്ടാമത്, ഇന്ത്യ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ വരെ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ സ്വർണം വാങ്ങിക്കൂട്ടുന്ന ഒരു രാജ്യമാണ്. ഇപ്പോ ചൈന ഇന്ത്യയെ ഓവർടേക്ക് ചെയ്തിട്ട്. അപ്പോ സ്വർണത്തിന്റെ വില, ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കുറയുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ സ്വർണത്തിന്റെ വില ഒരു പർട്ടിക്കുലർ ലെവലിൽ നിൽക്കുമ്പോൾ, പക്ഷെ ഇന്ത്യൻ കൺസ്യൂമറിന്, ഇന്ത്യൻ ഇൻവെസ്റ്ററിന്, ഇന്ത്യയിലത്തെ സ്വർണം മേടിക്കുന്ന ആൾക്ക് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരുന്നു. കാരണം നമ്മുടെ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം തകർന്നുണ്ട്. അപ്പൊ അങ്ങനെ രണ്ട് രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് ഇമ്പാക്ട് എനിക്ക് കാണാൻ കഴിയും സാധാരണ ഇൻവെസ്റ്ററിന്. ഇപ്പൊ നമ്മൾ ഈ സ്വർണത്തിന്റെ ആ വിഷയത്തിൽ വരുമ്പോൾ നമുക്ക് സ്വർണത്തെ കുറിച്ച് തന്നെ അല്പം സംസാരിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ സ്വർണം സ്വാഭാവികമായിട്ട് ഇന്ത്യ, സാർ പറഞ്ഞതുപോലെ, ഏറ്റവും കൂടുതൽ സ്വർണം മേടിക്കുന്നവരും അത് ഉപയോഗിക്കുന്നവരും പൂഴ്ത്തിവെക്കുന്നവരുമാണ്. ഇപ്പൊ സ്വർണം നല്ലൊരു നിക്ഷേപമാർഗമായിട്ട് സാധാരണക്കാർ പോലും, അതായത് ശരാശരി സാധാരണ പൗരൻ പോലും ഈ സാധാരണ നിക്ഷേപമായിട്ട് സ്വർണത്തെ കാണുന്നുണ്ട്. അതായത് മറ്റിപ്പം പിന്നെ ഈ ഷെയർ മാർക്കറ്റിലൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതലായി സ്വർണത്തിലേക്ക്, അതിപ്പോ ബാങ്കുകൾ പോലും അത് നേരിട്ട് ഇപ്പം ഇത് നടത്തുന്നുണ്ട്. അപ്പൊ ഇത് എത്രത്തോളം സാധാരണക്കാരന് ഈ സ്വർണത്തെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് സ്വർണം അടിസ്ഥാനപരമായി ഈ ഒരു നിക്ഷേപ പദ്ധതി അത് എത്രത്തോളം ദോഷകരമാണോ അതോ മെറിറ്റ്സ് ആണോ ഡിമെറിറ്റ്സ് ആണോ അതുണ്ടാക്കുന്ന ചലനങ്ങൾ അതെന്തായിരിക്കും? സാധാരണക്കാരന് അറിയാൻ വളരെ താല്പര്യമുള്ള ഒരു വിഷയം കൂടിയാണ്. സ്വർണം ലോകത്തെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് ഇൻസ്ട്രുമെന്റ്സിൽ അല്ല ഇൻവെസ്റ്റ്മെന്റിൽ പെട്ട ഒരു അസറ്റ് ക്ലാസ് ആണ് സ്വർണം. അപ്പോ സ്വർണം ഒരു 10 നമ്മളുടെ ആനുവൽ ഒരു കൊല്ലത്ത് നമ്മളുടെ സേവിങ്സിൽ ഒരു 10-15% സേവിങ്സ് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യം തന്നെയാണ്. അത് എല്ലാ വർഷവും ചെയ്യണമെന്നാണ് ഞാൻ പറയാം. കാരണം ഗ്ലോബൽ അൺസർട്ടനിറ്റി, അതായത് അനിശ്ചിതാവസ്ഥ ലോകത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം സ്വർണത്തിന്റെ ഡിമാൻഡ് കൂടും. കാരണം സ്വർണം ഇസ് കൺസിഡർഡ് ടു ബി എ സേഫ് ഇൻവെസ്റ്റ്മെന്റ് ഹെവൻ. വേറെ എല്ലായിടത്തും പ്രശ്നങ്ങളുള്ളപ്പോ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഗ്ലോബൽ ഒരു ബിഹേവിയർ പാറ്റേൺ. പിന്നെ സ്വർണം എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ ഹാബിറ്റാണ്, ഒരു മനുഷ്യന്റെ ഒരു ഹാബിറ്റായി മാറിയിരിക്കുന്നു. നിത്യവ്യവസ്ഥകളുടെ പോലെ, ഭക്ഷണം കഴിക്കുന്ന പോലെ ഒരു ഹാബിറ്റായി മാറിയിരിക്കുന്നു. അതിന് പ്ലാറ്റിനത്തിനോ അല്ലെങ്കിൽ ഡയമണ്ടിനോ അല്ലെങ്കിൽ സിൽവറിനോ റീപ്ലേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം സ്വർണത്തിന് ഒരു ഇൻഡസ്ട്രിയൽ യൂസ് വളരെ കുറവാണ്. ഇൻഡസ്ട്രിയൽ യൂസ്, അതായത് മാനുഫാക്ചറിങ്ങിനോ അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കോ സ്വർണത്തിൽ ഉപയോഗിക്കുന്നില്ല. അപ്പൊ സ്വർണം ബേസിക്കലി സിൽവറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സിൽവറിന് ഇൻഡസ്ട്രിയൽ യൂസ് ഉണ്ട്. അപ്പൊ ഏത് ഇൻഡസ്ട്രിയാണോ സിൽവർ ഉപയോഗിക്കുന്നത് ആ ഇൻഡസ്ട്രിയിൽ ഒരു മാന്ദ്യം വരുമ്പോൾ സിൽവറിന്റെ വിലയും ലോകത്തിൽ കുറയാൻ സാധ്യതയുണ്ട്. പക്ഷെ സ്വർണത്തിന് അങ്ങനത്തെ ഒരു ഉപയോഗം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഗ്ലോബൽ അൺസർട്ടനിറ്റി അല്ലെങ്കിൽ അനിശ്ചിതാവസ്ഥ വരുമ്പോൾ മാത്രമാണ് സ്വർണത്തിലെ ഡിമാൻഡ് കൂടുന്നത്. അപ്പൊ ആ ഡിമാൻഡ് കണ്ടിന്യൂസ് ആയിട്ട് വേറെ ഒരു സൈക്കിളിനെയും ബാധിക്കാതെ, വേറെ ഒരു ഇൻഡസ്ട്രിയൽ സൈക്കിളിനെയും ബാധിക്കാണ്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത കാരണം ഉണ്ടെന്നുള്ള വിശ്വാസം എനിക്കുള്ളത് എന്താ വെച്ചാൽ ലോകത്ത് പെട്ടെന്ന് പീസൊന്നും വരാൻ പോകുന്നില്ല. എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. അപ്പൊ ആ പ്രശ്നങ്ങൾ ഉള്ളിടത്തോളം സ്വർണത്തിന് അപ്രീസിയേഷൻ ഉണ്ടാവും. പക്ഷെ സ്വർണം സാധാരണ ഒരു ഇൻവെസ്റ്റർ ഇപ്പൊ ചെയ്യുന്നത് ജ്വല്ലറി ഫോർമാറ്റിലാണ് മേടിക്കുന്നത്. അത് എത്രത്തോളം ശാശ്വതമാണെന്ന് ഒരു ചോദ്യമുണ്ട്, ഒരു ചോദ്യചിഹ്നമുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ ഞാൻ എന്റെ മകൾക്ക് വേണ്ടി ഞാൻ ഒരു സ്വർണ്ണാഭരണം മേടിച്ചു വെക്കുകയാണെങ്കിൽ അവളുടെ കല്യാണം ചിലപ്പോൾ 5, 8, 10 കൊല്ലം കഴിഞ്ഞ് നടക്കുമ്പോ ഞാൻ മേടിച്ച ജ്വല്ലറി ചിലപ്പോൾ അവൾക്ക് ഇഷ്ടമാവാതെ വേറെ പുതുതായിട്ട് വാങ്ങും. അപ്പൊ അതിലൊരു ഒരു ലോസ് ഇല്ലേ, കാര്യങ്ങളൊക്കെ. അപ്പൊ അത് എനിക്കൊരു 10, 20, 30% അവിടെ ലോസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇന്ന് സ്വർണം പല രീതിയിൽ നമുക്ക് മേടിക്കാം.